ഹലോ മൈ വേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാർട്ട് 3 ആയിട്ടാണ് കേട്ടോ. സെൻട്രൽ പോയിൻറ്റിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഭാഗം മൊത്തം കിഡ്സിൻ്റെ ഐറ്റംസ് ആട്ടോ. കിഡ്സിൻ്റെ റൂമിൽ നമ്മൾ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത്, അവരുടെ സ്കൂളിന് ആവശ്യമായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ബാഗ്, അതുപോലെ വാട്ടർ ബോട്ടിൽ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് കേട്ടോ ഈ ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ അവരുടെ റൂമിൽ കുഞ്ഞു കുഞ്ഞു ചെയർ, ടേബിള്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് കേട്ടോ. ഈ സെൻട്രൽ പോയിൻറ്റിൻ്റെ ആദ്യ ഭാഗം 2 പാർട്ടായിട്ട് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. ഈ കാണുന്നതൊക്കെ ചെറിയ മക്കളെ കിടത്തുന്ന തൊട്ടിലാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കളുണ്ടാവില്ലേ, ഈ 1 വയസ്സ് 2 വയസ്സ് വരെയുള്ള മക്കളെ കിടത്തുന്ന തൊട്ടിലാണ് കേട്ടോ. ഈ ഭാഗം മൊത്തം ബെഡ്ഷീറ്റ്, തലയണ, അതുപോലെ അവരുടെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ടവല്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് കേട്ടോ. ബെഡ്റൂമിൽ തന്നെ പല തീമിൽ അവർ ബെഡ്ഷീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിഡ്സിൻ്റെ പെൺകുട്ടികൾക്ക് വേറെ, ആൺകുട്ടികളുടെ വേറെ ഒക്കെ ആയിട്ട് നല്ല രസമുള്ള നല്ല അടിപൊളി ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്തും അവർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സെറ്റായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബെഡും അതിനാവശ്യമായിട്ടുള്ള തലയണ, അതുപോലെ ആ ബെഡ് തന്നെ ഉണ്ട് ഒരു വീട് പോലെയൊക്കെ ആയിട്ട്. ഓരോ കുട്ടികൾക്ക് ഓരോ ഇഷ്ടങ്ങളാവില്ലേ, അപ്പോൾ ആ ഇഷ്ടത്തിന് മോഡലിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള റൂമുകൾ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ബാത്റൂം ടവൽസ് ഒക്കെയാണ്. ഈ കാണുന്നതിൽ മാറ്റാണ് കേട്ടോ. റൂമിൽ നിലത്തി വിരിക്കുന്ന മാറ്റാണ്. നല്ല ചന്തത്തിലുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള മാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തുള്ളത് കുറേ ഫ്രെയിമും അതുപോലെ നല്ല നല്ല ചന്തത്തിലുള്ള ലൈറ്റ്സൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ബെഡ്റൂമിൽ നമ്മൾ അവരുടെ റൂമിൽ വെക്കുന്ന ഒരു വെറൈറ്റി ഫോട്ടോസ് ഉണ്ടാവില്ലേ, അവർക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നുന്ന നല്ല അടിപൊളി ഫോട്ടോസുകളൊക്കെയാണ് കേട്ടോ. ഫോട്ടോ ഫ്രെയിമുകളൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ നല്ല ബെഡ് ലാമ്പുകളാണ് കേട്ടോ. അത് തന്നെ ഗേൾസിന് വേറെ ബോയ്സിന് വേറെയൊക്കെയുള്ള ബെഡ് ലാമ്പുകളുണ്ട്. പിന്നെ കുറേ കുഷ്യൻസുകളുണ്ട്. അവരുടെ ബെഡ് നല്ല ക്യൂട്ടായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബെഡ് കുഷ്യനുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതിന് 89 റിയാലാണ്. ഈ കാണുന്നതൊക്കെ വേസ്റ്റ് ബോക്സ് ആട്ടോ. അവരുടെ റൂമിൽ വെക്കാനുള്ള അടിപൊളി വേസ്റ്റ് ബോക്സ്, അതുപോലെ ബാത്റൂം ഐറ്റംസ് ഒക്കെ ആട്ടോ. ഹാൻഡ് വാഷ്, അതുപോലെ നമ്മൾ ബ്രഷൊക്കെ ഇട്ട് വെക്കില്ലേ, അങ്ങനെയൊക്കെ ഉള്ളത്. അതിലും തന്നെ എല്ലാം ആൺകുട്ടികൾക്ക് സെപ്പറേറ്റ്, പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ് കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ ഓരോ സാധനങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ നമുക്കിങ്ങനെ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ തോന്നും. പക്ഷെ നല്ല റേറ്റാട്ടോ. ഇപ്പം യൂണിക്കോണിൻ്റെ ഒക്കെ കണ്ടോ, യൂണിക്കോൺ, അങ്ങനെ ഓരോ കുട്ടികൾക്ക് ഓരോ ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവുമല്ലോ കാർട്ടൂണിൽ. ഇതിപ്പോൾ ബോയ്സിൻ്റെ സൂപ്പർമാനോ ഒക്കെയാണ്. അങ്ങനെ അവരുടെ ബാത്റൂം സെറ്റുകളാണ് കേട്ടോ. ഇതൊക്കെ ബാത്റൂമിൽ ബ്രഷ് ഇട്ട് വെക്കണത്, സോപ്പ് വെക്കണത്, അതിനൊക്കെ നല്ല രസമാട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല സാധനങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടോ, ഫുട്ബോളിൻ്റെ ഒക്കെ രീതിയിൽ ബോയ്സിനുള്ളത്, ടിഷ്യൂ പേപ്പർ വെക്കാനുള്ളത് അടക്കം ഉണ്ട്. നമ്മളിതൊക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേനും സിത്തു അവിടെ ഒരു ടേബിളും ചെയറിലൊക്കെ കളി തുടങ്ങിയിട്ടോ. അവിടെ മക്കളുടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ, പക്ഷെ അതിന് കളിക്കണീനൊന്നും അവരൊന്നും പറയണമെന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ പേടിച്ചിട്ട് മാറ്റി നിർത്തും, അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരൊന്നും പറയണില്ല കേട്ടോ. കുട്ടികളൊക്കെ വന്ന് കളിക്കണോ ഒരുക്കണോ ഒക്കെ ഉണ്ട്. ഇതൊക്കെ പിന്നെ ഓരോ രീതിയിൽ കട്ടിലുകൾ സെറ്റാക്കിയിട്ടുള്ളതാട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ സെറ്റിനാണ് ഓരോ സെറ്റിനും ഓരോ പ്രൈസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൽ തന്നെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് പൈസയുണ്ട്. ഇത് കുട്ടികളുടെ ടെൻറ്റ് ഒക്കെയാണ്. അതുപോലെ ഇവിടെ കുറേ കുഷ്യൻസുകളുണ്ട് കേട്ടോ, പല മോഡലിലുള്ള. ഈ കാണുന്നതൊക്കെ ഇങ്ങനെ നമ്മുടെ കട്ടിലിന് ആവശ്യമായിട്ടുള്ള ഹെഡ് ബോർഡുകൾ, നമുക്ക് വേണ്ട രീതിയിലുള്ള ഹെഡ് ബോർഡൊക്കെ അതിൽ നിന്ന് ചൂസ് ചെയ്യാം കേട്ടോ. ഇത് പെൺകുട്ടികളുടെ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഈ കാണുന്നത്. പല തീമുകളുണ്ട്, പക്ഷെ നമുക്ക് കാർട്ടൂണിലെ ഓരോ ആളുകളുടെ പേരറിയില്ല കേട്ടോ. ഓരോ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പേരറിയാത്തതുകൊണ്ടാണ് ഓരോന്നെടുത്ത് പറയത്തെ. ഇതൊക്കെ ബോയ്സിൻ്റെ കട്ടിലാട്ടോ, കാറുകളുടെയൊക്കെ തീമിൽ വെച്ചിട്ടുള്ളത്.
ഈ കാണുന്ന കുറച്ച് വലിയ മക്കളുടെയാണ് കേട്ടോ, ഈ ചെറിയ മക്കളുടെ അല്ലാത്ത കുറച്ച് ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ ഉള്ളിലുള്ള മക്കളൊക്കെ ഉണ്ടാവില്ലേ, അവരുടെയൊക്കെ റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഭാഗമൊക്കെ. നല്ല രസമുണ്ട് അല്ലേ കാണാൻ. ഇതൊക്കെ ബോയ്സിൻ്റെയാണ്, നല്ല രസമുണ്ട് കാണാനും. ഓരോ റൂം സെറ്റ് ചെയ്തിട്ട് ആ റൂമിന് മൊത്തത്തിലുള്ള പ്രൈസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് നമുക്ക് മേടിക്കണമെങ്കിൽ അതിന് സെപ്പറേറ്റ് റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ബോയ്സിൻ്റെ കേട്ടോ. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ ഒക്കെ നിറയെ ഉണ്ട്, നല്ല ഭംഗിയിലുള്ള നല്ല റൂമുകൾ. ഇതൊക്കെ കാണുമ്പോൾ സിത്തുവിൻ്റെ റൂം ഇങ്ങനെ വേണോ അങ്ങനെ വേണോ പറഞ്ഞാൽ അവൾക്ക് ആകെ കൺഫ്യൂഷൻ ചെയ്യുന്നു. ഇതൊക്കെ വലിയ മക്കളുടെയാണ് കേട്ടോ. ഈ കാണുന്ന ഈ വൈറ്റിലുള്ളതൊക്കെ വലിയ മക്കളുടെ റൂം എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് വലിയ കുട്ടികളുടെ, പെൺകുട്ടികളുടെ ആണെങ്കിലും ആൺകുട്ടികളുടെ ആണെങ്കിലും കുറച്ച് ചെറിയ മക്കൾ മുതൽ കുറച്ച് വലിയ മക്കൾ ആയിട്ടുള്ളവരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ അവർ നമ്മൾക്ക് പറഞ്ഞാൽ അതുപോലെ നമുക്ക് വന്ന് സെറ്റ് ചെയ്ത് തരും കേട്ടോ. റൂം പോലെ തന്നെ പെൺകുട്ടികളുടെ ഡ്രസ്സിങ് ടേബിൾ നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. അതുപോലെ സ്റ്റഡി ടേബിൾ ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെഡ്റൂമിൽ തന്നെ സെപ്പറേറ്റ്, ബെഡ്റൂം അല്ലാണ്ട് സെപ്പറേറ്റ് സ്റ്റഡി ടേബിൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ടേബിളും അതുപോലെ ഡ്രസ്സിങ് റൂമും ഒക്കെ കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.